ദേശീയ തലത്തിൽ എന്നും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന പാർട്ടിയാണ് RSP എന്ന റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി. ത്രിപുര, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ആ ബന്ധം ഇന്നും ഊഷ്മളമായി തുടരുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള 1ഉം 2ഉം UPA സർക്കാരിന്റെ കാലത്തും ഇടതുപക്ഷ പാർട്ടികൾക്കൊപ്പം കേന്ദ്ര സർക്കാരിനെതിരെ ഒരു തിരുത്തൽ ശക്തിയായി RSPയും ഉണ്ടായിരുന്നു. എന്നാൽ കേരളത്തിൽ മാത്രം RSP ഇടതുപക്ഷത്തിൽ നിന്നും അകന്ന് കോൺഗ്രസ് നയിക്കുന്ന UDFിനൊപ്പമാണ്. ഒരു വ്യക്തിയുടെ അധികാരമോഹമാണ് RSPയെ UDFിൽ എത്തിച്ചത്. സാക്ഷാൽ NK പ്രേമചന്ദ്രന്റെ. കൊല്ലം ലോക്സഭാ സീറ്റിൽ തനിക്ക് മത്സരിക്കാനായി പ്രേമചന്ദ്രൻ RSPയെ UDFിന്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടിയപ്പോൾ ഇല്ലാതായത് N ശ്രീകണ്ഠൻ നായരും ബേബി ജോണുമെല്ലാം വളർത്തി വലുതാക്കിയ കേരളത്തിലെ RSP എന്ന പാർട്ടിയായിരുന്നു. കേരളത്തിലെ RSPയെ കൊണ്ട് ഇന്ന് ഗുണമുണ്ടെങ്കിൽ അത് പ്രേമചന്ദ്രന് മാത്രമാണെന്ന് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ ഇരവിപുരത്ത് തന്റെ മകൻ കാർത്തിക്കിനെ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള നീക്കം പ്രേമചന്ദ്രൻ ശക്തമാക്കിയതോടെ പാർട്ടിയിൽ തർക്കം രൂക്ഷമാവുകയാണ്. സംഘടനാ രംഗത്ത് സജീവമല്ലാത്ത കാർത്തിക്കിന്റെ ഒരേയൊരു യോഗ്യത പ്രേമചന്ദ്രന്റെ മകനാണെന്ന് മാത്രമാണ്. ഷിബു ബേബി ജോൺ ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും പാർട്ടിയിലെ പ്രേമചന്ദ്രന്റെ സ്വാധീനം മൂലം കാർത്തിക്കിന് സീറ്റ് ലഭിക്കുമെന്നാണ് സൂചനകൾ. ഇതിൽ പ്രതിഷേധിച്ച് നിരവധി പേർ പാർട്ടി വിട്ടുകഴിഞ്ഞു. പ്രേമചന്ദ്രന്റെ അധികാര കൊതി മൂലം RSP UDF പാളയത്തിൽ എത്തിയപ്പോൾ ആ പാർട്ടിക്കുണ്ടായ നഷ്ടങ്ങൾ ചെറുതല്ല. കേരളത്തിൽ ഒരു നിയമസഭാ സീറ്റിൽ പോലും ജയിക്കാൻ പറ്റാത്ത പാർട്ടിയായി ഇന്ന് RSP മാറി. LDFിനൊപ്പം നിന്നപ്പോൾ ഒട്ടേറെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നെങ്കിലും ഇന്നത് ഗണ്യമായി കുറഞ്ഞു. RSP LDFിന്റെ ഭാഗമായി നിന്നപ്പോഴും വ്യക്തിപരമായ ഏറെ നേട്ടമുണ്ടാക്കിയ നേതാവും പ്രേമചന്ദ്രൻ ആയിരുന്നു. 1988 നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗമായി, 1991ലും 95ലും ജില്ലാ കൗൺസിൽ അംഗവുമായി, 1996ലും 98 കൊല്ലത്ത് നിന്നും ലോക്സഭാ അംഗവും, 2000 മുതൽ രാജ്യസഭാ അംഗമായി, 2006ൽ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ജലവിഭവ മന്ത്രിയായി, 2011ൽ ചവറയിൽ മത്സരിച്ചുവെങ്കിലും ഷിബു ബേബി ജോണിനോട് പരാജയപ്പെട്ടു, 2014ൽ ഇടതുമുന്നണി കൊല്ലം ലോക്സഭാ സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് UDFിൽ ചേക്കേറുകയായിരുന്നു. 2014ലും 2019ലും 2024ലും കൊല്ലത്ത് നിന്ന് ലോക്സഭാ അംഗവുമായി. അധികാര കസേര ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത പ്രേമചന്ദ്രന്റെ ആർത്തി കുടുംബത്തിലേക്കും വ്യാപിപ്പിക്കുമ്പോൾ നാളെ ആ പാർട്ടിയുടെ അവസ്ഥ എന്തെന്ന് കണ്ടറിയണം.